ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നെയ്ച്ചീര കറിയാണ് കേട്ടോ. നെയ്ച്ചീര എന്ന് പറയുന്നത് പറമ്പിലൊക്കെ മുളച്ച് വരുന്ന ഒരു ഇലയാണ്. മഴക്കാലത്തൊക്കെ ഇങ്ങനെ തനിയെ പൊട്ടിമുളച്ച് ഉണ്ടായിക്കോളും. അപ്പോൾ അങ്ങനെ ഒരുപാട് തരം ചീരകളുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു ചീരയാണ് ഇപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചക്കക്കുരു പരിപ്പും വേവിച്ചിട്ട് അതിലേക്ക് ഈ മഞ്ഞൾപ്പൊടിയും മുളകും പൊടി ഉപ്പ് ഇതെല്ലാം ഇട്ടൊന്ന് മിക്സ് ചെയ്ത് അത് തിളപ്പിച്ചു. ആ തിളച്ചതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നെയ്ച്ചീര ഇട്ട് കൊടുക്കുക. ആ നെയ്ച്ചീര നന്നായിട്ട് കറിയിലേക്ക് മിക്സാക്കി കൊടുക്കണം കേട്ടോ. അതിങ്ങനെ അമർത്തി വെച്ച് കൊടുത്താൽ കുറേ ഇലകൾ നമുക്ക് ഇടാൻ പറ്റും. ഈ നെയ്ച്ചീര കറി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഓർമ്മ വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മമാരൊക്കെ പറയും, അയ്യോ കറിക്കൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞേക്കാം, ഒന്ന് പറമ്പിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കിയാൽ പോലെ എന്തെല്ലാം സാധനങ്ങളുണ്ട്. കുറച്ച് തേങ്ങയും അതേപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് പൊടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യുക, നമുക്ക് കറി ഉണ്ടാക്കാൻ പറ്റുമല്ലോ എന്ന് പറയും. അപ്പോൾ ഇതിൽ കടുക് വറക്കാനോ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ പണ്ടുള്ളവരൊക്കെ എന്ത് ചെയ്യും, ഇതുപോലത്തെ കറികളൊക്കെ ഉണ്ടാക്കും. ജസ്റ്റ് ഒന്നിട്ട് വേവിച്ചാൽ മതി, നല്ല ടേസ്റ്റുള്ള കറികളാകും. അപ്പോൾ ഇവിടെ നെയ്ച്ചീര വെന്തിട്ടുണ്ടേ. അത് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുന്നത് എന്താ വെച്ചാൽ അതിൽ പരിപ്പ് ഇട്ടിട്ടുണ്ടല്ലോ, അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ അത് നന്നായിട്ടൊന്ന് വെന്താൽ മതി. ഒരു പണിയുമില്ല, ജസ്റ്റ് എല്ലാ സാധനങ്ങളും ഒന്ന് വേവുക. അതിന് ശേഷം നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ അരച്ച് വെച്ചിട്ടുള്ള, വേറെ ഒന്നും ചേർക്കാതെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയാണ് അതിലേക്ക് മിക്സ് ചെയ്യുക, ഇളക്കി കൊടുക്കുക. ഇനി ആ തേങ്ങ ഒന്ന് തിളച്ച് വരണം. ആ തേങ്ങ ഒന്ന് നല്ല തിളച്ച് വരട്ടെ കേട്ടോ. തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ പണിയൊന്നുമില്ല. അതൊന്നുകൊണ്ട് ഇറക്കി വെക്കുക, കടുക് വറുക്കുക, അത്രയേ ഉള്ളൂ. ഇപ്പോൾ കടുക് വറുത്തിട്ടില്ലെങ്കിലും ഈ കറിക്ക് ടേസ്റ്റൊന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് വേഗം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. പക്ഷേ ഇത് ക്ലീനിങ് ചെയ്ത ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അത് മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളൂ. ഈ ഇല വൃത്തിയാക്കി എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ കറി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇതൊക്കെ കണ്ടില്ലേ, ടേസ്റ്റുള്ള കറിയായി. പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കും.